പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഡെന്റൽ വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം. എന്താണ് ഇൻഷുറബിൾ റിസ്ക്? അതെ, ഒരു 3-5 മാർക്കിന് സ്ഥിരം കാണുന്നൊരു ചോദ്യമാണിത്. തീർച്ചയായും. അപ്പോൾ ഇത് ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ എന്നായിരുന്നു നിങ്ങളുടെ ആവശ്യം. നമുക്ക് ഈ വിഷയം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും ആളുകൾ പല്ല് ചികിത്സിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്തിട്ടാണ്, അതായത് ഫീ ഫോർ സർവീസ് രീതിയിൽ. ശരിയാണ്. എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോലെ ഡെന്റൽ ഇൻഷുറൻസ് അത്ര വ്യാപകമല്ലാത്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരം ഇൻഷുറബിൾ റിസ്ക് എന്ന ഒരൊറ്റ ആശയത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അതെ, ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു രോഗത്തിന് പരിരക്ഷ നൽകുമ്പോൾ അവർ കുറച്ച് അടിസ്ഥാന തത്വങ്ങൾ പരിഗണിക്കും. ഓക്കെ. ആ തത്വങ്ങളുമായി നമ്മുടെ ദന്തരോഗങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ വിഷയം വളരെ എളുപ്പമാകും. അപ്പോൾ നമുക്ക് ആ പ്രധാന പോയിന്റുകൾ വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ എന്താണ് ഒരു ഇൻഷുറബിൾ റിസ്ക്? ലളിതമായി പറഞ്ഞാൽ ഇൻഷുറൻസ് എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പേമാരിക്കുള്ള കുടയാണ്. അതെ, ഒരു പേമാരി. അല്ലാതെ എന്നും പെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ചാറ്റൽ മഴയ്ക്കല്ലതല്ല. അല്ല. അതായത് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് നമുക്ക് മുൻകൂട്ടി കാണാനോ പ്രവചിക്കാനോ കഴിയാത്ത അപകടങ്ങൾക്കാണ്. കൃത്യം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് പരിരക്ഷ നൽകാൻ ആവശ്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു പ്രത്യേകതരം റിസ്കിനെയാണ് നമ്മൾ ഇൻഷുറബിൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ മാനദണ്ഡങ്ങൾ? അത് 1. അപ്രതീക്ഷിതമായിരിക്കണം. 2. മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയരുത്. പിന്നെ സംഭവിച്ചാൽ വ്യക്തമായ ഒരു സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതുമായിരിക്കണം. ശരി. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഡെന്റൽ കെയർ എവിടെയാണ് പരാജയപ്പെടുന്നത്? അതാണ് ചോദ്യം. ഇൻഷുറൻസ് കമ്പനികൾ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ് ഇതിനെ കാണുന്നത്. ഒരു ലിറ്റ്മസ് ടെസ്റ്റ്? അതെ. ഒരു ഹൃദയാഘാതം എന്തുകൊണ്ട് എളുപ്പത്തിൽ ഇൻഷുറബിൾ ആകുന്നു, പക്ഷെ ഒരു ദന്തക്ഷയം അഥവാ ഡെന്റൽ കാരീസ് അങ്ങനെയല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഈ ടെസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ആ മാനദണ്ഡങ്ങൾ ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് അപ്രതീക്ഷിതമായിരിക്കണം, അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ ആക്സിഡന്റൽ. അതെ, ഇവിടെയാണ് ആദ്യത്തെ പ്രശ്നം. ദന്തക്ഷയം, മോണരോഗം തുടങ്ങിയ മിക്ക ദന്തരോഗങ്ങളും വളരെ പതുക്കെ പുരോഗമിക്കുന്നവയാണ്. ശരിയാണ്. അതൊന്നും ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അല്ല, അവ മിക്കപ്പോഴും മോശം ഓറൽ ഹൈജീനിന്റെ ഫലമായി പതിയെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അതൊരു പെട്ടെന്നുണ്ടാവുന്ന അപകടമല്ല. അല്ല. ശരി. അപ്പോൾ രണ്ടാമത്തെ മാനദണ്ഡം നഷ്ടം കൃത്യമായി നിർവചിക്കാൻ കഴിയണം, ഡെഫിനിറ്റ് ലോസ്. ആ കാര്യത്തിൽ ഡെന്റൽ കെയർ വിജയിക്കും. കാരണം ഒരു റൂട്ട് കനാൽ ചികിത്സയുടെയോ അല്ലെങ്കിൽ ഒരു ക്രൗണിന്റെയോ കൃത്യമായ ചിലവ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അത് ശരിയാണ്. ഒരു നിശ്ചിത തുക നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകണം, ലാർജ് ലോസ്. ഇവിടെയാണ് ഡെന്റൽ കെയർ ശരിക്കും പരാജയപ്പെടുന്നത്. അതെങ്ങനെ? നിങ്ങൾ നോക്കൂ, ഒരു ഹൃദയ ശസ്ത്രക്രിയയുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ഫില്ലിങ്ങിന്റെ ചെലവ് എത്രയാണ്? വളരെ കുറവാണ്. അതെ. ഇൻഷുറൻസ് സാധാരണയായി ഊന്നൽ നൽകുന്നത് വലിയ സാമ്പത്തിക ആഘാതങ്ങൾക്കാണ്. നമ്മൾ കാറ്റസ്ട്രോഫിക് ഫിനാൻഷ്യൽ ഷോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളുടെ കണ്ണിൽ ഒരു ഫില്ലിംഗ് അത്ര വലിയ സാമ്പത്തികാഘാതമല്ല. അല്ല. അടുത്ത മാനദണ്ഡം അപൂർവമായി സംഭവിക്കുന്നതായിരിക്കണം, ലോ ഫ്രീക്വൻസി. ശരി. അവസാനത്തെ പോയിന്റ് രോഗിയുടെ നിയന്ത്രണത്തിനതീതമായിരിക്കണം, ബിയോണ്ട് പേഷ്യന്റ് കൺട്രോൾ. ഇവിടെയും പരാജയം തന്നെ. കാരണം നല്ല ഓറൽ ഹൈജീൻ ശീലങ്ങളിലൂടെ ഒരു രോഗിക്ക് ദന്തക്ഷയം ഒരു പരിധിവരെ തടയാൻ കഴിയും. തീർച്ചയായും തടയാൻ കഴിയും. അപ്പോ ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന റിസ്കുകളിൽ കമ്പനികൾക്ക് പൊതുവെ താൽപ്പര്യമില്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ഡെന്റൽ ഇൻഷുറൻസ് നൽകുമ്പോൾ കമ്പനികൾ 2 വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതെ. അവയാണ് അഡ്വേഴ്സ് സെലക്ഷനും മോറൽ ഹാസാർഡും. അതെ, ഈ 2 വാക്കുകളും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അഡ്വേഴ്സ് സെലക്ഷനിൽ നിന്ന് തുടങ്ങാം. അഡ്വേഴ്സ് സെലക്ഷനെ നമുക്ക് മോശം ഉപഭോക്താവിന്റെ പ്രശ്നം എന്ന് ലളിതമായി വിളിക്കാം. ഓക്കെ. അതായത് തങ്ങളുടെ പല്ലുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ഉറപ്പുള്ള ആളുകളായിരിക്കും ഡെന്റൽ ഇൻഷുറൻസ് വാങ്ങാൻ കൂടുതൽ താൽപ്പര്യം കാണിക്കുക. സ്വാഭാവികമാണല്ലോ, ചികിത്സ ഉടൻ വേണ്ടിവരുമെന്നറിയുന്നവർ. അതെ. എന്നാൽ ആരോഗ്യമുള്ള പല്ലുകളുള്ള ഒരാളോ എനിക്കിപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് കരുതി മാറി നിൽക്കും. ശരിയാണ്. ഇതിന്റെ ഫലമെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് എടുക്കുന്നവരിൽ ഭൂരിഭാഗവും ഉയർന്ന ചികിത്സാ ചെലവുള്ളവരാകുന്നു. അപ്പോൾ കമ്പനിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു.
ഇത് പ്രീമിയം വർദ്ധിപ്പിക്കാൻ കമ്പനിയെ നിർബന്ധിതരാക്കും. കൂടിയ പ്രീമിയം കാണുമ്പോൾ ആരോഗ്യമുള്ള കൂടുതൽ ആളുകൾ ഇൻഷുറൻസിൽ നിന്ന് പിന്മാറാൻ തുടങ്ങും. ഇതൊരു സംതകൃക് പോലെയാകും. അതുതന്നെ. ഇനി അടുത്തത് മോറൽ ഹെസാർഡ്. മോറൽ ഹാസാർഡിനെ നമുക്ക് അമിത ഉപയോഗത്തിന്റെ പ്രശ്നം എന്ന് പറയാം. അതെങ്ങനെയാണ്? ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിൽ പണം നൽകുന്നത് മറ്റൊരാളാണല്ലോ എന്നൊരു ചിന്ത വരും. ആ ചിന്തയിൽ ആളുകൾ ആവശ്യമുള്ളതിലും കൂടുതൽ സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, പോളിസിയിൽ പരിരക്ഷയുണ്ടെന്ന കാരണത്താൽ മാത്രം ഒരു രോഗി അത്ര അടിയന്തരമല്ലാത്ത ഒരു ക്രൗൺ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് ചികിത്സയ്ക്കോ ആവശ്യപ്പെട്ടേക്കാം. അതെ. എന്നാൽ ഒരു കാര്യമുണ്ട്. മറ്റു മെഡിക്കൽ മേഖലകളെ അപേക്ഷിച്ച് ഡെന്റൽ രംഗത്ത് മോറൽ ഹസാർഡ് കുറവാണ്. അതെന്താ അങ്ങനെ? കാരണം ചികിത്സയുടെ വേദനയും അസ്വസ്ഥതയും തന്നെ. ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതി മാത്രം വേദനയുള്ള ഒരു റൂട്ട് കനാലിന് ആരും സ്വയം മുന്നോട്ടു വരാൻ സാധ്യത കുറവാണ്. അത് ശരിയാണ്. ആ ഒരു ഘടകം കൂടിയുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചില ഡെന്റൽ ഇൻഷുറൻസ് പ്ലാനുകളെങ്കിലും നിലനിൽക്കുന്നത്? നല്ല ചോദ്യം. ഈ റിസ്കുകളെ നിയന്ത്രിക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ ചില ടൂളുകൾ, അതായത് റിസ്ക് മാനേജ്മെന്റ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ആ ടൂളുകൾ? അതിൽ പ്രധാനപ്പെട്ടതാണ് ഡിഡക്റ്റബിൾ, കോപേയ്മെന്റ്, ആനുവൽ മാക്സിമം, പിന്നെ വെയിറ്റിംഗ് പീരിയഡ്സ്, എക്സ്ക്ലൂഷൻസ് എന്നിവ. നമുക്ക് ഓരോന്നായി നോക്കാം. എന്താണ് ഈ ഡിഡക്റ്റബിൾ? ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങുന്നതിന് മുമ്പ് രോഗി സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ട ഒരു നിശ്ചിത തുകയാണ് ഡിഡക്റ്റബിൾ. ഒരു ഉദാഹരണം പറയാമോ? പറയാം. നിങ്ങളുടെ പോളിസിയിൽ 1000 രൂപ ഡിഡക്റ്റബിൾ ഉണ്ടെങ്കിൽ 5000 രൂപയുടെ ചികിത്സയ്ക്ക് ആദ്യത്തെ 1000 രൂപ നിങ്ങൾ അടയ്ക്കണം. ബാക്കി 4000 രൂപയുടെ പുറത്തായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ. ഓക്കെ. അപ്പോൾ ചെറിയ ഫില്ലിങ്ങുകൾക്ക് വേണ്ടി ആളുകൾ ക്ലെയിം ചെയ്യുന്നത് ഇത് തടയും. അതെ. അടുത്തത് കോപേയ്മെന്റ് അല്ലെങ്കിൽ കോ ഇൻഷുറൻസ്. അതിൽ ചികിത്സാ ചെലവിന്റെ 1% നമ്മൾ കൊടുക്കണം, അല്ലേ? അതെ. ഉദാഹരണത്തിന് 20%. അപ്പോൾ 10,000 രൂപയുടെ ബില്ലിൽ 2,000 രൂപ രോഗി നൽകണം. ഇത് അനാവശ്യമായ ചികിത്സകൾ ഒഴിവാക്കാൻ രോഗിയെ പ്രേരിപ്പിക്കും. ശരി. പിന്നെ ആനുവൽ മാക്സിമം. പേര് പോലെ തന്നെ ഒരു വർഷത്തെ പരമാവധി പരിധി. അതെ, 1 വർഷം ഇൻഷുറൻസ് കമ്പനി നൽകുന്ന പരമാവധി തുകയ്ക്കൊരു പരിധി നിശ്ചയിക്കുന്നു. ഇത് കമ്പനിയുടെ നഷ്ടം ഒരു പരിധിയിൽ നിർത്തുന്നു. ഇനി വെയിറ്റിംഗ് പീരിയഡ്സ്. അത് അഡ്വേഴ്സ് സെലക്ഷൻ തടയാനാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? ഇൻഷുറൻസ് എടുത്ത ഉടനെ വലിയ ക്ലെയിം ചെയ്യുന്നത് തടയാനാണിത്. അതായത് പോളിസി എടുത്ത ശേഷം ഒരു റൂട്ട് കനാൽ പോലുള്ള ചികിത്സയ്ക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത കാലയളവ്, ചിലപ്പോൾ 2-3 വർഷം കാത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഉടൻ ചികിത്സ വേണ്ടവർക്കിത് പ്രയോജനപ്പെടില്ല. ഇല്ല. അവസാനമായി എക്സ്ക്ലൂഷൻസ് അഥവാ ഒഴിവാക്കലുകൾ. കോസ്മെറ്റിക് ചികിത്സകൾ പോലെ. അതെ. വെനീർ, പല്ല് വെളുപ്പിക്കൽ, പിന്നെ മുൻപേയുള്ള രോഗങ്ങൾ എന്നിവ ഇൻഷുറൻസ് പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ഇൻഷുറബിൾ ആയിട്ടുള്ളത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. OPD, IPD ചികിത്സകൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതെ. IPD, അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു യഥാർത്ഥ ഇൻഷൂറബിൾ റിസ്ക് ആണ്. ഉദാഹരണത്തിന് ഒരു വാഹനാപകടം. അതെ. ഒരു വാഹനാപകടത്തിൽ താടിയെല്ലിന് പൊട്ടലുണ്ടാകുന്നു. അത് പെട്ടെന്നുള്ളതാണ്, ആകസ്മികമാണ്, ഉയർന്ന ചിലവുള്ളതും അപൂർവവുമാണ്. ഇൻഷുറബിൾ റിസ്കിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റാൻഡേർഡ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളും ഇത് കവർ ചെയ്യും. എന്നാൽ OPDയോ? നമ്മൾ ദിവസവും ക്ലിനിക്കിൽ ചെയ്യുന്ന റൂട്ട് കനാൽ, സ്കെയിലിംഗ് പോലുള്ളവ? അത് ഒരു മെയിന്റനൻസ് റിസ്ക്കാണ്. അതായത് പ്രവചിക്കാൻ കഴിയുന്ന ചികിത്സകൾ. ഓക്കെ. അതുകൊണ്ട് സാധാരണയായി അവ ഇൻഷുറൻസിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ ചെറിയ തുകയ്ക്ക് പരിധി നിശ്ചയിക്കുകയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറബിൾ റിസ്ക് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അടിസ്ഥാന വൈരുദ്ധ്യം ഓർത്തുവെച്ചാൽ മതി. എന്താണത്? ഇൻഷുറൻസ് എന്നത് അപകടങ്ങൾക്കുള്ളതാണ്. എന്നാൽ മിക്ക ദന്തരോഗങ്ങളും പ്രവചിക്കാവുന്ന മെയിന്റനൻസ് ആണ്. വളരെ ശരിയാണ്. പരീക്ഷയ്ക്കുത്തരം എഴുതുമ്പോൾ ഈ പ്രധാന പോയിന്റുകൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഒന്ന് ഓർമ്മിപ്പിക്കാമോ? 1. ഇൻഷുറബിൾ റിസ്ക് നിർവചിക്കുക. അതായത് അപ്രതീക്ഷിതം, വലുത്, അപൂർവം. 2. ഡെന്റൽ കെയർ എന്തുകൊണ്ട് ഈ മാനദണ്ഡങ്ങളിൽ പരാജയപ്പെടുന്നു എന്ന് വിശദീകരിക്കുക. 3. ആ 2 പ്രധാന പ്രശ്നങ്ങൾ: അഡ്വേഴ്സ് സെലക്ഷൻ, മോറൽ ഹസാർഡ്. 4. ഇൻഷുറൻസ് കമ്പനികൾ ഉപയോഗിക്കുന്ന ടൂളുകൾ, അതായത് ഡിഡക്റ്റിബിൾസ്,
കോപ്പേസ് പോലുള്ളവ. കൊള്ളാം. ഇത്രയും എഴുതിയാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യം കൂടി. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് രോഗം വന്നതിനു ശേഷമുള്ള ചികിത്സയെക്കുറിച്ചാണ്. അതെ. പക്ഷെ ഡെന്റിസ്ട്രിയിൽ രോഗപ്രതിരോധത്തിന് വലിയ പ്രാധാന്യമുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ കൃത്യമായി പരിശോധനകൾ നടത്തുന്നതിനും നല്ല ഓറൽ ഹൈജീൻ പാലിക്കുന്നതിനും രോഗികൾക്ക് പ്രതിഫലം നൽകുന്ന ഒരു പുതിയ തരം വെൽനസ് ഇൻഷുറൻസ് ഭാവിയിൽ വന്നുകൂടായ്മയുണ്ടോ? അതൊരു രസകരമായ ചിന്തയാണ്. ആരോഗ്യത്തെ ഇൻഷുർ ചെയ്യാം. അതെ. അത് നിലവിലെ ഇൻഷുറബിൾ റിസ്ക് എന്ന ആശയത്തെ തന്നെ ഒരു പക്ഷെ മാറ്റിമറിച്ചേക്കാം. ഡെന്റിസ്ട്രിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതും നിങ്ങളെ മനസ്സിലുണ്ടാവട്ടെ. തീർച്ചയായും. ഈ വിഷയം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. നന്ദി. നന്ദി.